നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ ആൾ വരുന്നില്ല, മലയാള സിനിമ അത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും ഇല്ലേ? ആ സമയത്തുണ്ട്. ജയ് ഹേ സംവിധാനം ചെയ്ത വിപിൻ ദാസിന്റെ സിനിമയാണെന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇതിൽ വളരെയധികം ഫീമെയിൽ സെൻട്രിക് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, രാജു ആക്ച്വലി ഇങ്ങനത്തെ സിനിമയൊന്നും അല്ല ചെയ്യേണ്ടത്, എങ്ങനത്തെ സിനിമയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു. കാരണം അത് പറയുമ്പോൾ എന്തോ ഒരു ഇൻഫീരിയർ സിനിമയാണ് ഈ മാസ് മെയിൻ സ്ട്രീം സിനിമ എന്നുള്ളൊരു ധാരണ എനിക്ക് അങ്ങനെയില്ല. 1500 പേര് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കുമുള്ള ഫെസിലിറ്റീസ് ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ മുന്നേ എവിടെയും മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. ഒരു സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ ആരും തന്നെ OTT-യിൽ നിന്ന് ഇത്ര രൂപ കിട്ടാം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇത്ര രൂപ കിട്ടാം അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഒരു സിനിമ എടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ വലിയ സൂപ്പർ ഹിറ്റ് ആവുക. പക്ഷേ റൈറ്റ് നൗ ഐ തിങ്ക് ഇറ്റ് ഇസ് അപ് ടു ദ പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. മിനിമം ഓഫ് 28 days ഇസ് വാട്ട് ഐ നോ. എനിക്ക് ഐ ബിലീവ് ആവേശമൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു ധാരണ ആയതാണ്. ഭയങ്കര ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ രാജേട്ടൻ ദൂരെ നിന്ന് വരുന്നുണ്ടാ ഞങ്ങൾക്കൊക്കെ എവിടുന്ന് ഒരു റെസ്പെക്ട് കയറി വരും. ഞാൻ കണ്ടില്ല. ഞങ്ങൾ കണ്ട ബേസിലേട്ടനെ അല്ല, രാജേട്ടനെ കാണുമ്പോൾ ബേസിലേട്ടൻ ആളാകെ മാറും. ആക്ഷൻ പരിപാടി കണ്ടപ്പോഴത്തില് ഈവൻ അടി വാങ്ങുന്നൊക്കെ ഇങ്ങനെയാണ് ആക്ഷൻ ആവുന്നത്. അവർ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ നീലയാണെങ്കിൽ പോലും നിന്നോടിപ്പോ ഞാൻ എന്തെങ്കിലും ചോദിച്ചു പറഞ്ഞ പോലെ നീ എന്തിനാ വന്നു വീട്ടിൽ കൊണ്ടുവന്നൊക്കെ. രാജേട്ടൻ വന്നാലും കുഴപ്പമില്ല, ബേസിലേട്ടൻ വന്ന ഇവരുടെ നീ ഉപയോഗിക്കണ്ട. സൂര്യയുടെ ജ്യോതിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി ബോംബെയിൽ. അപ്പം അന്ന് ജയ 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 ഹേ സ്ട്രീമിംഗ് സർവീസിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ജോ ആ സിനിമ എന്തോ തലേന്ന് കണ്ടു. പണ്ട് ബേസിലിനെ പറ്റി പറയാം. അതായത് ആ ക്യാരക്ടറിനെ കണ്ട ഒരു ഒറ്റഴിയൊന്നും, പക്ഷെ ഇവനായതുകൊണ്ട് നമുക്കൊരു സ്നേഹവും തോന്നുന്നു. ബൈജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വില്ലൻ വേഷം വിപിൻ ദാസ് പടത്തിൽ പൃഥ്വിരാജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അന്ന് അത് ഭയങ്കര റീൽസ് ആയിരുന്നു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാം? മൂപ്പർക്ക് ഇതിന്റെ കഥയുടെ ഒരു പൂർണ്ണ രൂപം അറിയാത്തതിന്റെ കോൺഫിഡൻസിൽ അടിച്ചതാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ടീമാണ് മീഡിയ വണ്ണൊപ്പം ഉള്ളത്. പൃഥ്വിരാജ്, നിഖില വിമൽ, അശ്വിൻ, ജോമോൻ, എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. ഈ സിനിമയുടെ അതിൻ്റെ ട്രെയിലറിൻ്റെ പോലെ ഇപ്പോൾ പാട്ടുകൾ വരികയാണെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പടമാണെന്നുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പൃഥ്വിരാജിനെ ആണെങ്കിൽ നമ്മൾ ഈ ആടുജീവിതത്തിലൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള അഭിനയ രീതികളൊക്കെ കണ്ടതിന് ശേഷം ഭയങ്കര നന്നായിട്ട് ചിരിക്കുന്ന ഒരു ക്യാരക്ടറിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത്തരം സിനിമകളുടെ ഷൂട്ടിംഗ് സെറ്റിലും ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആണോ? ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ നിങ്ങൾക്ക് പൊതുവെ ഇഷ്ടമാണോ? അല്ല, ഇങ്ങനത്തെ സിനിമകളോടുള്ള ഇഷ്ടം എന്നല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ തുടക്കം. ഞാൻ ഈ തിരക്കഥ കേൾക്കുന്നത് ആടുജീവിതത്തിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ വളരെ മുമ്പാണ്. അല്ല, ആടുജീവിതത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ആടുജീവിതം റിലീസായിട്ടില്ല. 2020-ലോ 2021-ലോ മറ്റോ അങ്ങാണ്ട് എൻ്റെ ആദ്യം ഇതിൻ്റെ കഥ കേൾക്കുന്നത്. പക്ഷേ ഈ സിനിമ ശരിയാണ് ഈ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷനിൽ യാതൊരു ടെൻഷനും ഇല്ലാത്തൊരു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പിക്നിക് ആയിരുന്നു. അതിൻ്റെ കാരണം വിപിനും ടീമുമാണ്. അവർ വളരെ എക്സ്ട്രീംലി ഒരു വെൽ ഫങ്ഷനിങ് ടീമായിരുന്നു. ആൻഡ് സിനിമ ഇനിഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാൾ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ ഒരുപാട് കൂടിയെങ്കിലും അതെ, പക്ഷെ അത് വിപിൻ്റെ കുറ്റമൊന്നുമല്ല. കാരണം ഇനിഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാൾ ഒരു വലിയ സിനിമയാണ് ഒടുവിൽ എടുത്തത്. ഒറിജിനലി സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതിനേക്കാൾ ഒരു വലിയ ക്യാൻവാസും സ്കെയിലും ഒക്കെയാണ് ഇന്ന് ഈ സിനിമയ്ക്കുള്ളത്. അതല്ലാതെ ഈ സിനിമയുടെ ഒരു മേക്കിംഗ് പ്രോസസ്സ് വളരെ എൻജോയബിൾ ആയിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം, തിരക്കഥയുടെയും കഥാപാത്രങ്ങളുടെയും ഒരു സ്വഭാവം കുറച്ചൊക്കെ വർക്ക് കൾച്ചറിലും എൻവയോൺമെന്റിലും വരും. അത് സിനിമയുടെ ഒരു രീതിയാണ്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ സിനിമ. പ്രത്യേകിച്ച് ഞാൻ അതിനിടയിൽ ചെയ്തുകൊണ്ടിരുന്ന സിനിമകളെല്ലാം ആടുജീവിതവും പിന്നെ ഈ സമയത്ത് വേറെ ഏതായിരുന്നു സലാറൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമകളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ നിങ്ങൾ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളുടെ സ്ട്രഗിളിങ് കാണിക്കുന്നത് മാത്രമല്ല ഫീമെയിൽ സെൻട്രിക് സിനിമകൾ എന്ന് പറയുന്നത്. ഇപ്പം കുറച്ച് നാളിന് ശേഷം വന്നൊരു ട്രെയിലറിലൊക്കെ പനശ്വര രാജനുണ്ട്, ഒപ്പം നിഖിലയ്ക്കും ഒരു പ്രധാന റോളിലുണ്ട് എന്നുള്ളൊരു ഫീല് നൽകുന്നുണ്ട്. അപ്പോൾ ഈ അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. കുറച്ച് ഹിറ്റ് ഇപ്പം മഞ്ഞുമലും ആവേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ കൂടെ പ്രാധാന്യമുള്ള ഒരു സിനിമ കാണാൻ കഴിയുവാൻ പോവാണെന്ന്.
അങ്ങനെയുള്ള ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഈ സിനിമയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിനുള്ളത് കൂടെ അല്ല, കാണാൻ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ജയ ഹേ സംവിധാനം ചെയ്ത വിപിൻ ദാസിന്റെ സിനിമയാണെന്നുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇതിൽ വളരെയധികം ഫീമെയിൽ സെൻട്രിക് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കഥ പറഞ്ഞു പോകുന്നതിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിന് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ സ്ക്രീൻ സ്പേസ് ആണ് മീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ഉള്ളതോ അങ്ങനെ ഒരു ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല. എൻ്റെതും ശരി, അനശ്വരയുടേതും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ മൊത്തം കഥയിൽ എൻ്റെയോ അനശ്വരയുടെയോ ക്യാരക്ടേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ കഥ അങ്ങനെ ഇങ്ങനെ ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു റോളാണ് ഞാനും അനശ്വരയും പ്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാ സിനിമകളിലും ഇപ്പം നമുക്ക് മഞ്ഞുമൽ ബോയ്സിൽ നമ്മൾ എവിടെയാണ് സ്ത്രീ കഥാപാത്രത്തെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതും ഉണ്ട്. ഇപ്പം ആവേശത്തിലും എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വേറൊരു ട്രാക്കായിട്ട് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ വന്ന് വെറുതെ പോയി അവർ നിന്ന് പോകുന്നതിലും ബെറ്റർ അവരില്ലാതിരിക്കുന്നതാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നതും നല്ലതാണല്ലോ. അപ്പം ഡിപ്പെൻസ് ഓൺ ആ സിനിമയുടെ കഥയ്ക്ക് എന്താണോ ആവശ്യം അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പം രോമാഞ്ചത്തിലാണെങ്കിലും നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ചെറിയൊരു സമയത്തേക്കാണ് ആ കഥാപാത്രങ്ങൾ വരുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും എങ്ങനെയായിട്ട്. ഇപ്പോൾ ഫാൽമിലാണെങ്കിൽ ആ ഒരൊറ്റ അടി കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ആ ക്യാരക്ടർ ഉണ്ട്. അപ്പം ഗുരുവായൂർ അമ്പലനടയിലെ കഥാപാത്രത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു മോഡ് തന്നെയാണോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തികച്ചും വേറൊരു പരിപാടിയാണ്. രണ്ടുപേരും കൂടെ പറയാവോ? അല്ല, മൊത്തത്തിൽ വേറൊരു പരിപാടിയാണ്. സീക്രട്ട് എങ്ങാനും ആണോ? ഇല്ല, സീക്രട്ട് കഥാപാത്രമാണോ? ഒന്നും വേറൊരു പരിപാടിയാണ്. അശ്വിൻ എങ്ങനെയാണ് വേറൊരു പരിപാടി? നിങ്ങൾ വേറെ? ഞാൻ ബേസിലായിട്ട് ഒരു കൂട്ടുകാരനാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്കകത്ത് എനിക്ക് ആരും അറിയില്ല. ഐ മീൻ എനിക്ക് ഞാൻ എനിക്ക് ആരും അറിയില്ല. ഞാൻ സ്വതന്ത്രനാണ് സിനിമയില്. പുള്ളിക്ക് കുറച്ച് ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട് പത്രത്തിൽ. ഇവൻ അടി വാങ്ങുന്നൊക്കെ എങ്ങനെയാണ് ആക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നത്? ആക്ഷൻ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലോ. പിന്നെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ബിപിൻ ദാസിന്റെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അതിനേക്കാൾ മുമ്പ് അന്താക്ഷരി ഉണ്ട്, അതിനേക്കാൾ മുമ്പ് മുദ്ഗം ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആൾ ഭയങ്കരമായിട്ട് ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ജയ് ഹേക്ക് ശേഷമാണ്. അപ്പം നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലും ജയ് ഹേ ചെയ്ത സംവിധായകൻ്റെ പ്രൊജക്റ്റ് എന്നുള്ളൊരു ആ ഫാക്ടർ തന്നെയായിരുന്നു. ഇപ്പം സ്റ്റോറി കേൾക്കാനാണെങ്കിലും അല്ലെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാര്യം എനിക്ക് ആയിരുന്നു. രാജുവേട്ടനത് മുന്നേ കേട്ടിട്ടുണ്ട് കഥ. അല്ല, ഞാൻ ഈ കഥയിൽ അഭിനയിക്കാന്ന് സമ്മതിക്കുമ്പോൾ ഇതിന്റെ സംവിധായകൻ വിപിൻ ദാസ് ആയിരുന്നില്ല. അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റിനോട് താല്പര്യം തോന്നിയിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്. പിന്നീട് വിപിൻ ദാസ് ഇങ്ങനെ രാജുവിന് ഇഷ്ടപ്പെട്ടൊരു കഥയുണ്ട്, ദീപുവിൻ്റെ അടുത്ത് ഞാനത് കേട്ടു, എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ വരികയായിരുന്നു. ഇപ്പം മലയാള സിനിമയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് കോടി ക്ലബ്ബുകളുണ്ട്. ഇപ്പം ആടുജീവിതം അതിലൊന്നാണ്. മറ്റ് ഇറങ്ങുന്ന സിനിമകളൊക്കെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കംപ്ലീറ്റ് തിയേറ്ററിലേക്ക് വരുന്നൊരു ടൈമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കുറേ കൂടെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഏത് ജോണർ സിനിമയാണെങ്കിലും അത് കാണാൻ ആളുകൾ എത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ സിനിമയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നവർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം നമ്മൾക്ക് കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് കരുതുന്നുണ്ടോ? പിന്നെ ഗുരുവായൂർ അമ്പലനട കാണാൻ എന്തായാലും ആളുകൾ എത്തും എന്നൊരു ഉറപ്പ് ഭയങ്കരമായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട്? അല്ല, ജനം തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തരുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ ആൾ വരുന്നില്ല, മലയാള സിനിമ അത്തരം ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതെ. അപ്പോൾ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന്റെ യാതൊരു രീതിയിലുള്ള സ്വഭാവവും ശാശ്വതമല്ല എന്നുള്ളത് നമ്മൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നു എന്നുള്ളത് ഒരു ശാശ്വതമായ ട്രെൻഡാണെന്നും ഇനി ഏത് സിനിമ എപ്പോൾ ഇറങ്ങിയാലും അങ്ങനെ സംഭവിക്കുന്നു അല്ല എന്നുള്ളത് നമ്മൾ ഇതിനോടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, തിയേറ്ററിക്കലി സിനിമകളുടെ ബിസിനസ് വലിയ രീതിയിൽ കുതിച്ചുയരുന്നു എന്ന് പറയുന്നത് സിനിമാ വ്യവസായത്തിന് എന്തുകൊണ്ടും വളരെ വളരെ നല്ലതാണ്. അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്ന മീഡിയം, ആ ക്രാഫ്റ്റ് ഇതിനു വേണ്ടിയുള്ളതാണ്.
ജനങ്ങളെ തിയേറ്ററിൽ എത്തിച്ച സിനിമ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും സിനിമ എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നു. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു ദിവസം വൈകുന്നേരം ഫാമിലിയുമായിട്ട് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാം എന്ന ഒരു പ്രവണത ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യം. അതിൻ്റെ ഗുണം ഗുരുവായൂരമ്പല നടയിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്തരം ഒരു ഫിലിം വ്യൂയിങ് കൾച്ചറിലേക്ക് ഭയങ്കര ഒരു എൻജോയബിൾ അഡീഷനാണ് ഈ സിനിമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ സെൻസർ കഴിഞ്ഞു. ഇപ്പോൾ ഈ ഓഫ് കോഴ്സ് യു സർട്ടിഫിക്കറ്റ് ആണ്. കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വരെ ഒരുമിച്ച് പോയി ഇരുന്ന് കണ്ട് എല്ലാവർക്കും ഒരുമിച്ച് ചിരിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു സിനിമയാണിതെന്ന് ഞാൻ കരുതുന്നു. അത് സിനിമയുടെ കഥയും സിനിമയുടെ സ്വഭാവവും മാത്രം കൊണ്ടല്ല, അത്തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. അതായത് പ്രായം ചെന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഈ സിനിമയിൽ ഭാഗമാണ്. അവരെല്ലാവരും ഈ സിനിമയുടെ കഥാപാത്രങ്ങളാണ്. ഈ ഒരു വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എല്ലാവരും ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആണെന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. ആ ഒരു പ്രതീതി ഈ സിനിമയ്ക്കുണ്ട്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണെന്നുള്ളൊരു തോന്നൽ ഉളവാക്കാൻ ഈ സിനിമയ്ക്കും സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ആൾക്കാർ ഒന്നടങ്കം കുടുംബസമേതം വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമ മലയാള സിനിമയുടെ ഈ സോ കോൾഡ് ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. ഇപ്പോൾ ഈ കല്യാണം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കാനുള്ള കഷ്ടപ്പാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കള്ളക്കല്യാണങ്ങൾ നടക്കുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെട്ടത്തിലൊക്കെ ഒരു പ്ലോട്ടിൽ അതങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അതേപോലെ ഈ കല്യാണം എന്ന് പറയുന്നതിൽ നിങ്ങൾ ഇപ്പം പൃഥ്വിരാജിൻ്റെ കല്യാണ വീട് അടുത്ത് കുറേ കൂടെ വരും ആളുകൾ, അത് നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഫീലിംഗ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് ഇപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്കൊക്കെ ഏതെങ്കിലും നിങ്ങളൊക്കെ ഒരു കല്യാണത്തിന് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫണ്ണി എക്സ്പീരിയൻസ് ഒക്കെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഒരു കല്യാണത്തിന് പോയിട്ട് ഭയങ്കര ഫോമലൊന്നും അല്ലാതെ അടിച്ചു പൊളിച്ച് വന്ന കല്യാണ ഓർമ്മകൾ എങ്ങാനും വന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കഥാപാത്രത്തിലേക്ക് കുറച്ച് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്? ഞാൻ കല്യാണം വേറൊരു പരിപാടിയായിരുന്നു. ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഒറ്റയൊരു പൃഥ്വിരാജ് ചോദിക്കാനുള്ളത്, ഇപ്പം സ്വന്തം കരിയറിനെ പറ്റിയിട്ട് കുറെ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് വീണ്ടും ചർച്ചയായിരുന്നു. അതിനുശേഷം OTT ഐ മീൻ ഞാൻ എൻ്റെ കരിയർ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെ ആവാനാണ്, അപ്പം അതിലേക്ക് പൃഥ്വിരാജ് എത്തുന്നു എന്ന് പറഞ്ഞ് ചർച്ചയുണ്ടായിരുന്നു. പിന്നെ OTT ടൈമിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മലയാള സിനിമയ്ക്ക് ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി, അത് കത്തിപ്പടരും എന്നുള്ളൊരു പറഞ്ഞത്. ഇപ്പൊ അത് ഞാനല്ല പറഞ്ഞത്, രാജമൗലി സാറാണ് പറഞ്ഞത്. രാജമൗലി സാർ ഞാനും കൂടെ ഉൾപ്പെട്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് അത്. പിന്നെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ ഒരു ഇനിയാണ് അദ്ദേഹത്തിന്റെ ഒരു മികച്ച ടൈം നമ്മൾ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ ഒരു കാഷ്വൽ കോൺവെർസേഷന്റെ സമയത്ത് അങ്ങനെ പ്രവചിച്ച് പറയുന്നതൊന്നും അല്ല എന്നറിയാം. പക്ഷെ അതൊക്കെ നമ്മൾ ഇപ്പം അതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സത്യമായിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ആ ഒരു സന്തോഷത്തിൽ അതും കൂടെ കണക്ട് ചെയ്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മലയാള സിനിമയുടെ ഒരു പോക്ക് കണ്ടിട്ട് ഇതിന്റെ ഒരു അങ്ങനെ എന്തെങ്കിലും മൈൻഡിലേക്ക് വരുന്നുണ്ട്, ഇനി എങ്ങനെയായിരിക്കും മലയാള സിനിമയുടെ ഒരു ഗ്രോത്ത് എന്നുള്ള ഒരു കാര്യം? എനിക്കറിയില്ല, ഈ മലയാള സിനിമയുടെ ഗ്രോത്ത് പോയിട്ട് നാളെ രാവിലെ എന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല. പിന്നെ അടുത്ത കാലത്തായിട്ട് ഒരു സന്തോഷമുള്ളത്, ഞാൻ വളരെ മുമ്പ് തന്നെ ഞാനല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ മലയാള സിനിമ ഇപ്പോഴും ഫുള്ളി നമുക്കൊരു കൈവരിക്കാൻ സാധിക്കാത്തത് ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. കേരളത്തിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇന്ന തിയേറ്ററുകളിൽ ഒരു സിനിമ വരുമ്പോൾ സിനിമയുടെ വലുപ്പ ചെറുപ്പം അനുസരിച്ച് ഇത്രയും തിയേറ്ററുകളിൽ ഇത് റിലീസ് ചെയ്യുന്നു. UAE GCC നമുക്ക് പരമ്പരാഗതമായിട്ടുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ട് അവിടെ നമുക്കൊരു കൺവെൻഷണൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, പ്ലെയേഴ്സ് ഉണ്ട്. അതിന് പുറമേ ഒന്നും നമുക്കങ്ങനെ ലോകത്ത് വിട്ടേക്കും, ഇന്ത്യയിൽ തന്നെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സിനിമ റിലീസാകുമ്പോൾ ഇത് ലക്നൌവിൽ റിലീസുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കത് ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ച് ചോദിച്ച് ആ ഡിസ്ട്രിബ്യൂട്ടർ നോർത്തിലെ ഏതെങ്കിലും ഒരു ബെൽറ്റിൽ സബ്ലെറ്റ് ചെയ്ത് വേറൊരാളെ വിളിച്ച് ചോദിച്ച് അയാൾ ഏതെങ്കിലും വേറൊരു റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ച് ചോദിച്ച് ലക്നൌവിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലക്സിൽ ഏതെങ്കിലും ഒരു സമയത്തൊരു ഷോ ഉണ്ടോ എന്ന് അദ്ദേഹം തിരിച്ച് റിപ്ലൈ തരുന്നത് വരെ അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ. ഇന്നിപ്പോൾ അത് കുറച്ചുകൂടി ഇവോൾവായി, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന തിയേറ്റേഴ്സിൽ റിലീസാവുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ മാർക്കറ്റായി വളർന്നു കഴിഞ്ഞു. കാനഡ ഒരു സബ്സ്റ്റാൻഷ്യൽ മാർക്കറ്റായി വളർന്നു കഴിഞ്ഞു. UK എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഇപ്പോൾ ആടുജീവിതം പോലൊക്കെയുള്ളൊരു സിനിമ ഓൾമോസ്റ്റ് 1 മില്യൺ പൗണ്ട്സിനടുത്ത് ഗ്രോസ് വന്ന ഒരു അവസ്ഥയുണ്ടായി. ഏഷ്യ പസഫിക്, അതായത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, അതിനിയും നമ്മൾ ഇനി ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഐ സ്റ്റിൽ ബിലീവ് മലയാള സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് മറ്റ് സംസ്ഥാനങ്ങളും റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റ് രാജ്യങ്ങളുടെ മാർക്കറ്റ്സ് ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇനിയും വരും കാലങ്ങളിൽ
കൂടുതൽ വിപുലമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു തിയേറ്ററിക്കൽ സിനിമ വ്യൂയിങ്ങിനോടുള്ളൊരു അഭിനിവേശം ഉണ്ടല്ലോ, അത് ഇനിയും വളരട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാനേ പറ്റൂ, പ്രവചനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പേരല്ലൂർ പ്രീമിയർ ലീഗ് പോലെ ഒരു വെബ് സീരീസിൻ്റെ സ്പേസിലേക്കും കൂടെ പോയി. മലയാളത്തിൽ വളരെ കുറച്ച് ഇപ്പോഴാണ് ഇപ്പം കേരള ക്രൈം ഫയൽസ്, മാസ്റ്റർ പീസ്, പിന്നെ പേരല്ലൂർ പ്രീമിയർ ലീഗ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു വെബ് സീരീസിൻ്റെ സ്പേസിലേക്ക് പോയി ചെയ്യുന്ന സമയത്ത്, പക്ഷെ മിനി വെബ് സീരീസ് ആകുമ്പോൾ ഒരു സിനിമയുടെ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണോ? കാരണം കേരള ക്രൈം ഫയൽസിൻ്റെ ആളുകളോടൊക്കെ ചോദിച്ച സമയത്ത് 35-40 ഡേയ്സിൽ തന്നെയാണ് ഷൂട്ടൊക്കെ നടക്കുന്നത്. സോ സിനിമയുടെ അപ്പുറത്തേക്കുള്ള ഒരു സീരീസ്, അങ്ങനെ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുന്നു എന്നുള്ള ഫീലിലായിരുന്നു പറഞ്ഞു. പേരല്ലൂർ പ്രീമിയർ ലീഗിലെ എങ്ങനെയായിരുന്നു? സെയിം ആയിരുന്നു, കാരണം സിനിമയുടെ അതേ ഇത് അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. എഡിറ്റിലേക്കും അതിലേക്കൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഡയറക്ടർക്കും അങ്ങനെയുള്ളവർക്കാണ് ഇതിൻ്റെ ഈ പറയുന്ന പോലെ എപ്പിസോഡ് ഡിവിഷനും അങ്ങനത്തെ പ്രശ്നങ്ങളും അതൊക്കെ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത് ഈ ഒരു സമയം കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. നോർമലി സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ആയിരുന്നു. നമുക്ക് ഇന്ന എപ്പിസോഡാണ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു അതിനകത്തുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അതിലെ ബാക്കി കഥാപാത്രങ്ങളൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിൽ പ്ലേസ് ചെയ്തതാണെങ്കിൽ ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തെ അതൊന്നൊരു മീറ്റർ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ അതിൻ്റെ ഒരു രസം ആളുകൾക്ക് കിട്ടുകയും വേണം. ഒരു സാധാ തമാശ പറയുന്ന പോലെ ആവരുത്. അത് ആ ഒരു മീറ്റർ പിടിക്കാൻ ഭയങ്കര എളുപ്പമാണോ? അതോ അതിൻ്റെ ഒരു ആ ഒരു മീറ്റർ, അതായത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം എക്സ്റ്റെൻസീവായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾക്ക് അതിനെ ആ സീനിനെ നിങ്ങൾക്ക് എലിവേറ്റ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടർക്ക് പറ്റും. നിങ്ങൾ വളരെ ചെറുതായിട്ട് അഭിനയിച്ചാലാണ് ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഒരു സീനിൻ്റെ എക്സ്ട്രീം അഭിനയിക്കാൻ പറ്റിയാൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ഡയറക്ടർക്കുണ്ട്. അപ്പം അയാളുടെ വിഷനാണ് ബേസിക്കലി. ഇപ്പം ഡയറക്ടർക്ക് എന്താണോ വേണ്ടത്, അപ്പം നമ്മൾ കുറച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കുറച്ചുകൂടെ ലൗഡാക്കണം എന്നിപ്പോൾ പേരൂരിലൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അതിപ്പം ഡിപ്പെൻഡിങ് ഓൺ ആ സീരീസിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സ്, പശുവിനുണ്ട്, എല്ലാവർക്കും ആ ഒരിതുണ്ട്. കാരണം നിങ്ങൾ എത്ര എക്സ്ട്രീം അഭിനയിക്കാൻ പറ്റുമോ അതിൻ്റെ കുറച്ച് അഭിനയിക്കാനാണ് പറയുക, അല്ലെങ്കിൽ കുറച്ച് അഭിനയിച്ചാൽ അത് കൂട്ടി അഭിനയിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഡയറക്ടറിൻ്റെ കോളാണ്. ഇപ്പം അശ്വിൻ ഇപ്പോൾ റിയാലിറ്റി ഷോസിലൂടെ വരുന്നു, പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി നിൽക്കുന്നു. പിന്നെ നമ്മൾ അധികവും കണ്ടിരുന്നത് സിനിമയുടെ പ്രൊമോഷൻ, സത്യം തരംഗമാണ്. പിന്നെ ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ സ്പേസസിലൊക്കെ ഉള്ള ഇവൻറ്റുകളിലൊക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തിരുന്ന ഒരു ഇതും കൂടിയായിരുന്നു. ഇപ്പം അതിനുശേഷം ഈ സിനിമയിലേക്ക് എത്തി നിൽക്കുന്ന, സിനിമയിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പം മറ്റ് സിനിമകളും ഇനി വരാനുണ്ട്, മുൻപ് സിനിമകളിലും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തു. സിനിമ ഭയങ്കര ഇഷ്ടം, സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ മറ്റ് വഴികളൊക്കെ ട്രൈ ചെയ്തിരുന്നത്? ഉറപ്പായിട്ടും സിനിമ എല്ലാവരെയും പോലെ ഭയങ്കര സ്വപ്നം തന്നെയായിരുന്നു. കുട്ടിക്കാലം മുതലേക്ക് ഈ പറഞ്ഞ ഷോയും ഈ പറഞ്ഞ പരിപാടിയും എല്ലാം സിനിമയിലേക്ക് ഒരു ചാൻസ് കിട്ടാനുള്ള വഴികൾ തന്നെയാണ് എല്ലാം. അതിലൊക്കെ അപ്പുറം സിനിമ അഭിനയിക്കണം എന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹം തന്നെയാണ്. പക്ഷേ ആഗ്രഹം എന്നെപ്പോലെ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഭയങ്കര അഭിമാനത്തോട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ തുടക്ക സമയങ്ങളിൽ ചെയ്യുന്ന സിനിമ, അതാണ് സത്യം പറഞ്ഞാൽ ഒരു പരിധി ഒരു നടനെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ നിലനിർത്തുന്നത്. രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം നന്ദനം എന്ന് പറയുന്ന സിനിമ ഇന്നും നമ്മുടെ മനസ്സിലൊക്കെ സൂപ്പർ ഹിറ്റാണ്, ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണത്. കാരണം രാജേട്ടനൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ആരാധിച്ച് അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ട് കൊണ്ടു നടന്ന, കാരണം ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എനിക്കാണ് ഇങ്ങനെ നേരിട്ട് പറയണത്. ഇല്ല, അവിടെ എനിക്ക് ഒരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ നീലയാണെങ്കിൽ പോലും ആഗ്രഹമല്ല രാജേട്ടൻ, നമ്മളെ ഒരു സൂപ്പർ ഹീറോ ആണ്. നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരു ആളുടെ കൂടെ നമ്മുടെ തുടക്ക സമയത്തുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭാഗ്യമായിട്ട് കരുതുക ഞാൻ സത്യം പറഞ്ഞ. ഇതൊന്നും ഇതൊക്കെ സ്വപ്നമാണ് സത്യം പറഞ്ഞ. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊന്നും ഒരിക്കലും വിചാരിക്കില്ല. വലിയ സന്തോഷം. ഇവിടെ എങ്ങനെയായിരുന്നു സിനിമയ്ക്ക് വേണ്ടി? ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്തായിരുന്നു? പറഞ്ഞ പോലെ അല്ല, എൻ്റെ സ്വപ്നമായിരുന്നു സിനിമ. ഞാനും രാജുവായിട്ട് എൻ്റെ നാട്ടിൽ 2 സിനിമയിൽ അഭിനയിക്കുക, 2 പടത്തിൻ്റെ ഷൂട്ടായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ദൂരെ നിന്ന് കാണാനേ പറ്റുള്ളൂ. പടത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് പുള്ളിയോടൊപ്പം അഭിനയിക്കാൻ പറ്റി.
ചുമ്മാ അവൻ പോയിട്ടൊന്നും കാണും വീട്ടിൽ ഇല്ല ഞാൻ വന്നായിരുന്നു ദൂരം ഓൾഡ് കേസിന്റെ ഷൂട്ടിന് വന്നായിരുന്നു ട്രിവാൻഡ്രത്ത്. പിന്നെ ഡമാർ പടാർ. ഞാൻ ജനിച്ചു വളർന്നത് അവിടെ. അപ്പൊ അന്ന് ഒരു നോക്ക് എന്റെ കണ്ടത് നാട്ടിൽ കാണാനേ പറ്റും. അതെ, എന്റെ നാട്ടിൽ രാജുവേട്ടൻ ഷൂട്ടിങ്. അദ്ദേഹം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വളരെ മെല്ലെ സംസാരിക്കുക. കുറച്ച് നേരത്തെ നല്ലോണം സംസാരിക്കുക. പേടിയാണ്. പേടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമായിരിക്കും. കാരണം പേടിയുണ്ട് നമ്മള് തിയേറ്ററിൽ ഭയങ്കര ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ ഇടയിൽ രാജേട്ടൻ ദൂരെ നിന്ന് വരുന്നതുകൊണ്ടാ ഞങ്ങൾക്കൊക്കെ എവിടുന്ന് ഒരു റെസ്പെക്ട് കയറി വരും. ഞങ്ങളെല്ലാരും ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇങ്ങനെയായിരുന്നു ഇവരൊക്കെ ഞാൻ അങ്ങനെ കണ്ടതേ ഇല്ല ആക്ച്വലി. ഈവൻ ബേസിലേട്ടൻ വരെ ഞങ്ങൾ കണ്ട ബേസിലേട്ടനെ അല്ല രാജേട്ടൻ കാണാൻ ബേസിലേട്ടൻ ആളാകെ മാറും. മറ്റേ ഹെഡ് മാഷൊക്കെ വരുന്നത് അതെ, എല്ലാരും കൂടെ എന്നെ ഒരു അമ്മാവനാക്കി വെച്ചിരിക്കും. എല്ലാവരും ഇൻസ്പിറേഷൻ ആണ്. ടോവിനൊക്കെ പറയുന്നുണ്ടായിരുന്നു രാജചേട്ടനാണ്. ഇവനൊക്കെയാണ് ഇതിന്റെ മെയിൻ. അവന് ബേസിലിന്റെ കൂടെ കുറെ കോമ്പിനേഷൻസ് ഉണ്ടാവുമല്ലോ. ബട്ട് നിങ്ങളാണല്ലോ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഡയറക്ടേഴ്സ് ആണ്. പക്ഷെ രണ്ടുപേരും ഇപ്പൊ എടുത്തിട്ടുള്ള പടങ്ങളിൽ രണ്ട് ടൈപ്പ് ഓഫ് പടങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു സീന് ഇപ്പം ഓക്കെ ഡയറക്ടർ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ രണ്ട് ബേസിലും പൃഥ്വിരാജും തമ്മിൽ കോമ്പിനേഷൻ എന്തായാലും സംസാരിക്കുന്നുണ്ടാവില്ല ഈ സീൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെ ഒരു ഡയറക്ടേഴ്സിന്റെ ഒരു സ്കില്ലും കൂടെ അവിടെ വരും. രണ്ട് ഡയറക്ടേഴ്സ് അത്യാവശ്യം സ്കില്ലുള്ള ഡയറക്ടർ ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾക്ക്. രാജേട്ടൻ വന്നാലും കുഴപ്പമില്ല, ബേസിലേട്ടൻ വന്നാൽ ഇവരുടെ നീ ഉപയോഗിക്കണ്ട. വിപിൻ ആ കാര്യത്തിൽ എക്സ്ട്രീംലി ക്ലിയർ ആണ്. നമ്മൾ ഈ വിപിൻ്റെ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബേസിലിനോടും എന്നോടും ഞങ്ങൾ ഫിലിം മേക്കേഴ്സ് കൂടി ആയതുകൊണ്ട് വിപിൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ചിലപ്പോൾ ഞാനൊരു ചോദിക്കും ഒരു സീനിൽ വിപിൻ ഇത് ഇത്ര കൂട്ടി ചെയ്യണോ, അത് അല്ല രാജു അത് വേണം. കാരണം വെച്ചാൽ വിപിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം രാജുവിൻ്റെ ഈ റിയാക്ഷനിലേക്ക് ഈ ട്രാക്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സീനിലെ ഒരു ഷോട്ട് ഇന്റർകട്ട് ചെയ്തിട്ട് തിരിച്ചിവിടെ രാജുവിൻ്റെ ഫേസ് വരുമ്പോൾ നമ്മൾ ആ പാട്ട് തുടങ്ങും. ആ ഇടാൻ പോകുന്ന പാട്ട് ഇതാണെന്ന് ഫോണിൽ പാട്ട് കേൾപ്പിക്കും. അപ്പോൾ ആ പാട്ടിലാണ് ആ പാട്ടിൻ്റെ ഷോട്ടാണ് ആക്ച്വലി ഇത്. അപ്പോൾ രാജു കുറച്ചത് കൂട്ടി ചെയ്തില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും വിപിൻ. അപ്പോൾ അത്രയും ക്ലാരിറ്റി ഉള്ളൊരു ഫിലിം മേക്കർ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പറയാം ഡയറക്ടേഴ്സായിട്ടൊന്നും അവിടെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ മുൻപ് ഈ കോമഡി കൈകാര്യം ചെയ്തിട്ടുള്ള ഇപ്പോൾ അമർ അക്ബർ അന്തോണി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഇപ്പോൾ താന്തോന്നി തുടങ്ങിയിട്ടുള്ള മാസ് സിനിമകളിലും അല്ലെങ്കിൽ സ്വപ്നകൂടിലൊക്കെ വേറെ ഇമോഷൻസും വേറെ സെൻട്രൽ ക്യാരക്ടർ എഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്തൊരു കോമഡി ട്രാക്കും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കുറച്ച് വിമർശനങ്ങളും അതിന് കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ട്. ഇപ്പം ഈ കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ എങ്ങനെയാണ് ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ലൈൻ എന്താണ് ഇഷ്ടപ്പെട്ട ഒരു കോമഡി സ്റ്റൈല്? അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്റ്റൈലേ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉണ്ടാകുന്നതായിരിക്കും എന്നെ കാണുന്ന ആൾക്കാർക്ക് തോന്നുക. അപ്പോൾ എനിക്ക് എൻ്റെ ഡയറക്ടർ ഓക്കെ പറയും, എപ്പോൾ ഒരു ഷോട്ട് ഓക്കെ പറയുന്നു അതാണ് ഓക്കെ. ഡയറക്ടർ അല്ല ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞാൽ എന്താ മാറ്റി ചെയ്യേണ്ടത്, അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ പറയും അല്ലാതെ ഇങ്ങനെ ചെയ്യണം, അല്ലെ കുറച്ച് ചെയ്യണം, അല്ലെ കൂട്ടി ചെയ്യണം, അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഡയറക്ടർ ഒരു എത്ര ടേക്ക് എടുക്കണമെങ്കിലും എടുക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്, എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ മനസ്സിലുള്ളത് എന്നെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കണം എന്നാണ്. അപ്പോൾ എൻ്റെ സങ്കല്പം ഇതിൽ ഞാൻ ചെയ്തത് വിപിൻ ഓക്കെ ആയതുകൊണ്ടായിരിക്കാം വിപിൻ ഓക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ആൾക്കാർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രേമലൊക്കെ ഇറങ്ങിയ സമയത്ത് ഗിരീഷേടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ തമാശ സിനിമകൾ വരിക എന്നുള്ളൊരു കാറ്റഗറി. ഇപ്പോൾ തമാശ സിനിമകൾ ആളുകൾ ഒരുപാട് കാണുകയും അതിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇതാൾ ഫുള്ള് പറഞ്ഞാൽ ആൾ പറഞ്ഞു, പക്ഷെ എന്നാലും പിന്നെ അതിനുശേഷം ചർച്ചകൾ വന്നത് വളരെ ഹിറ്റാവും, ആളുകൾ ഓർത്തിരിക്കും, പിന്നീട് ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കോമഡി എൻ്റർടൈനർ വിഭാഗത്തിൽ വരുന്ന സിനിമകളെ ഒരു ഗ്രേറ്റ് സിനിമ എന്നുള്ളൊരു രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലേക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. പക്ഷെ ആളുകൾ ഭയങ്കരമായിട്ട് കാണും, ഇഷ്ടപ്പെടും, നമ്മൾ റിപ്പീറ്റ് ചെയ്തൊക്കെ പറയുന്നതൊക്കെ അതായിരിക്കും. അങ്ങനെ എന്റെ മനസ്സിലെ ഗ്രേറ്റസ്റ്റ് സിനിമകളിൽ പെട്ട പലതും അത്തരം സിനിമകളാണ് ആക്ച്വലി. ഇപ്പൊ കിലുക്കം, ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നത് എന്റെ മനസ്സിലെ ഓൾ ടൈം ഗ്രേറ്റ് സിനിമകളിൽ പെട്ട സിനിമകളാണ്. പക്ഷെ എന്നാലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മികച്ച സിനിമ എന്നൊക്കെ പറഞ്ഞു, മേ ബി അതിൻ്റെ ഒരു ഈ അവാർഡിൻ്റെ ഒക്കെ രീതികൾ അനുസരിച്ചിട്ടും കൂടി ഉണ്ടായിരിക്കാം. മികച്ച സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റിന് ഒരിക്കലും കൊടുക്കുന്നത് കാണില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നി? അപ്പം ഈ സമയത്ത് അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇത് വർക്കാവുക എന്നുള്ളതും ഇത്രയും പേര് ചിരിക്കുക എന്നൊക്കെ ഉള്ളതും വളരെ പ്രയാസമുള്ള കാര്യമാണല്ലോ. പക്ഷേ എന്നാലും അതിനൊരു ആ രീതിക്കൊരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ രീതിക്കൊരു അവാർഡ് അത്തരം രീതികളിലാണെങ്കിലും ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നില്ല. അങ്ങനെ നിങ്ങളുടെ സിനിമ ടീമിൻ്റെ ഇടയിലൊക്കെ ചർച്ചകൾ വരാറുണ്ടോ കോമഡിക്ക്
എനിക്ക് സിനിമ ടീമുകൾക്കിടയിൽ അങ്ങനെ ഒരു ധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടേഴ്സിന് ലിസ്റ്റ് എടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ലെജൻസ് ആയിട്ട് കാണുന്നതിൽ അതിൽ പലരും അത്തരം സിനിമകളിലൂടെ ലെജൻസ് ആയ ആൾക്കാരാണ്. പ്രിയൻ സാർ ആണെങ്കിലും സത്യനന്ദിക സാർ ആണെങ്കിലും സിദ്ദിഖ് ലാൽ കോംബോ ആണെങ്കിലും റാഫി മക്കാട്ടിന്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇത്തരം ഈ ആൾക്കാരെ ചിരിപ്പിച്ച സിനിമകൾ എടുത്ത് ലെജൻഡറി ഫിൽം മേക്കേഴ്സ് എന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടവരാണ് ഞങ്ങൾ. അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ കോമഡി സിനിമകളെ ചെറുതാക്കി കാണുന്ന ആൾക്കാരെ അല്ല. അത് എന്ന് വെച്ചാൽ അത് സുപ്പീരിയർ ആണെന്നും അല്ല വിശ്വസിക്കുന്നത്. എല്ലാ സിനിമകളെ പോലെയും അതെടുക്കാനും ടഫാണ്. പിന്നെ ആക്ച്വലി ഒരു കാര്യം ശരിയാണ്, ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഹ്യൂമർ എപ്പോഴും ഭയങ്കര ആപേക്ഷികമാണല്ലോ. നമ്മുടെ ഓരോ ആൾക്കാരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. ഇപ്പോൾ എനിക്ക് ചിരി വരുന്നൊരു സാധനത്തിന് നിങ്ങൾക്ക് ചിരി വരണം എന്നില്ല. എനിക്ക് ഫണ്ണി എന്ന് തോന്നുന്നൊരു കാര്യം നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു തിയേറ്ററിനുള്ളിൽ 1000 ആൾക്കാരെ ഒരുമിച്ച് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര അത്തരം ഫിൽം മേക്കേഴ്സിനെ വളരെ ആരാധനയോടുകൂടി നോക്കി കാണുന്ന ആൾക്കാർ. മേ ബി പുറത്തുനിന്ന് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ സ്പേസിൽ കാണുന്ന കമേഴ്ഷ്യൽ സിനിമ, ഈ മാസ് സിനിമ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്നത് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ മാസ് സിനിമകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് ഞാൻ പറയുമ്പോൾ അതിനകത്തൊരു അഭംഗിയുണ്ട്. കാരണം ഞാൻ ഒരു ആ സിനിമ എടുത്ത ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ സിനിമയെക്കുറിച്ചാണ് പറയുന്നതുകൊണ്ടൊരു ധാരണ വരും. പക്ഷെ അത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, രാജു ആക്ച്വലി ഇങ്ങനത്തെ സിനിമയൊന്നും അല്ല ചെയ്യേണ്ടത്, എങ്ങനത്തെ സിനിമയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു. കാരണം അത് പറയുമ്പോൾ എന്തോ ഒരു ഇൻഫീരിയർ സിനിമയാണ് ഈ മാസ് മെയിൻ സ്ട്രീം സിനിമ എന്നുള്ളൊരു ധാരണ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് അതിനോടും ഭയങ്കര റെസ്പെക്ട് ഉള്ള ആളാണ്. ഇപ്പൊ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ ആ കാര്യത്തിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ എന്താ പറയുക അവാർഡ്സ് തന്നെ വരുമ്പോൾ സ്റ്റേറ്റ് അവാർഡ്, എനിക്ക് തോന്നുന്നു നസ്രിയയ്ക്കും ഒക്കെ രജിഷയ്ക്കും ഒക്കെ അവാർഡ് കിട്ടിയ സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ കോമഡി ചെയ്ത് അപ്പം അതൊരു പെർഫോമൻസ് ആണെന്ന് ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മുന്നേ മറ്റേ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് അങ്ങനെയുള്ള സിനിമകൾക്കാണ് അങ്ങനെ ഒരു അവാർഡ് വരിക എന്നൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു മാറിക്കഴിഞ്ഞപ്പോൾ അത് ആൾക്കാരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അതും പെർഫോമൻസ് ആണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പോലൊരു സിനിമ, അല്ലെങ്കിൽ ജയ 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 ഹേ പോലൊരു സിനിമ, ഞാൻ വിഭിന്റെ സിനിമകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സിനിമ എടുത്ത് ഫലിപ്പിച്ച് അത് ഓഡിയൻസുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സിനിമയാക്കി തീർക്കാൻ വലിയ സ്കില്ല് വേണം. വലിയ ഫിൽം മേക്കിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ തന്നെ വേണം. അതൊട്ടും തന്നെ ഇപ്പൊ എൻ്റെ സിനിമ പറയാം, ഒട്ടും തന്നെ ഒരു ലൂസിഫറിനേക്കാൾ എളുപ്പമുള്ളൊരു പരിപാടിയൊന്നും അല്ല. അത് അത്ര തന്നെ ടഫാണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായി തോന്നി ഈ ഒരു സിനിമയിൽ ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ എന്ന് തോന്നി, അങ്ങനെ 4 പേർക്കും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ട്? അല്ലെങ്കിൽ നിങ്ങളുടെ കഥാപാത്രത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ സെറ്റിലെ മൊത്തം ഈ പറഞ്ഞ? എനിക്കുണ്ട്. നമ്മൾ ഗുരുവായൂർ അമ്പലനടയിലെ സെറ്റ് എന്ന് പറയുന്നത് എനിക്കത് ആരുടെ ഐഡിയ ആണെന്ന് എനിക്കറിയില്ല. സെറ്റ് ഉണ്ടായിരുന്നു. സെറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 1500 പേര് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കുമുള്ള ഫെസിലിറ്റീസ് ആ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ മുന്നേ എവിടെയും മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം ഇവർക്ക് എല്ലാവർക്കും ഉള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അവർക്ക് റൂം, ഇത് മുഴുവൻ സെറ്റാണ്. ഇവിടെ വേറെ അല്ലാതെ ഒരു സൗകര്യം ഇല്ല. അപ്പോൾ അവർക്ക് യൂഷ്വലി അങ്ങനെ കൺസിഡർ ചെയ്യാറില്ലാത്തൊരു കാര്യം കണ്ടത് ഈ സെറ്റിൽ. അതായത് നമ്മളിതിന് വേണ്ടിയിട്ട് കുറേ പെർമനൻറ്റ് ടോയ്ലറ്റ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ടോയ്ലറ്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് റൂമുകൾ റെസ്റ്റ് ചെയ്യാനും അവിടെ ഫാനും സൗകര്യത്തോടു കൂടിയുള്ള റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു സെറ്റിലും, അതായത് മലയാളത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമകളിലും ഞാൻ അങ്ങനെ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ഒരു സെറ്റും കാര്യങ്ങളും കണ്ടിട്ടില്ല. അത് 1500ഓളം പേരുണ്ടായിരുന്നു. അവർക്കുള്ള ഫുഡാണെങ്കിലും എല്ലാം കാറ്ററിംഗ് ആൾക്കാരെയൊക്കെ വെച്ച് നല്ല ഫുഡ്, നല്ല കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സെറ്റിൽ പുതിയതായിട്ട് ഞാൻ കണ്ട കാര്യമായിരുന്നു. അത് ഞാൻ വേറൊരു സെറ്റിലും കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കഥാപാത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഭയങ്കര ഫ്രഷ് ഫീൽ തന്ന കാര്യമുണ്ടോ ഗുരുവായൂർ അമ്പലനടയിലെ ക്യാരക്ടറിനെ പറ്റിയിട്ട്? ഞാൻ ഈ കഥ കേട്ടപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ആദ്യം എന്നെ ഈ കഥയിലേക്ക് ആകർഷിച്ച ഒരു ഘടകമുണ്ട്. അതിനൊരു പ്ലോട്ട് പോയിന്റ്, ഒരു കോർ പോയിന്റ് ഉണ്ട്. അതെനിക്ക് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു ചായകളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയതും ഇപ്പോഴും അതെ. ആ കഥ കേട്ടപ്പോൾ മുതൽ ഇന്ന് ഈ സിനിമ ചെയ്യുന്നത് വരെ അത്തരം ആ ഒരു സാധനം
വേറെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഓഫ്കോഴ്സ് അതൊരു പ്ലോട്ട് പോയിന്റ് മാത്രമാണ്. അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് ഈ സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം എനിക്ക് വർക്കായി സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും ഇപ്പോൾ സിനിമ കണ്ടപ്പോഴും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ നിഖില പറഞ്ഞ പോലെ കുറേ നാളായി തോന്നുന്നു സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും എല്ലാം ചെന്ന് ഒരു സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റും ഉള്ളൊരു വലിയ ക്ലൈമാക്സിൽ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ക്ലൈമാക്സിൽ ചെന്ന് പര്യവസാനിക്കുന്ന തരം അതായത് പണ്ട് പ്രിയൻ സാറിൻ്റെ ഒക്കെ സിനിമകളിലാണ് അങ്ങനെ. അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതാണെങ്കിൽ നമ്മുടെ സിനിമയിൽ അത് സംഭവിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലം ഇന്ന് ഷൂട്ടിങ്ങിന് പെർമിഷൻ ഇല്ലെന്ന് അവിടെ. അപ്പോൾ അതൊരു റിയൽ ഗുരുവായൂർ അമ്പലത്തിന്റെ ആക്ച്വൽ സൈസ് 1:1 റേഷ്യോയിൽ തന്നെ ഒരു ഫുൾ സെറ്റ് ഇട്ട് അത്രയും തിരക്ക് അവിടെ സൃഷ്ടിച്ച് അത്രയും ആർട്ടിസ്റ്റിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു 24 ദിവസത്തോളം ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരുന്നു. അതൊരു വലിയ ചലഞ്ചാണ്. അത് ഓഫ് കോഴ്സ് നമുക്ക് എക്സ്ട്രീംലി ആദ്യം അത് പുൾ ഓഫ് ചെയ്തതിന് ക്രെഡിറ്റ് വിപിനും ടീമിനും ഉള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡ്, ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുമ്പോൾ എൻ്റെ കഴിവല്ല ഞാൻ പറയുന്നത്. അതായത് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്, സാരഥി, നമ്മുടെ റിന്നി പ്രൊഡക്ഷൻ കൺട്രോളർ, അവരത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. കാരണം ഞാൻ അത്തരമൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. 2000-3000 ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഓരോ ദിവസവും കണ്ടിന്യൂ ചെയ്യുക, അതൊക്കെ എല്ലാവരും എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വലിയ ചാലഞ്ചിങ് ആണ്. അത് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് അത് രസമുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷമായിരിക്കും അങ്ങനെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കാണുന്നത്. ആ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നിട്ടുള്ളൊരു ക്ലൈമാക്സ്. ഇപ്പോൾ ഇത് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്ന് അറിയില്ല. മുൻപ് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ആക്ടർ ബൈജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വില്ലൻ വേഷം വിപിൻ ദാസ് പടത്തിൽ പൃഥ്വിരാജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അന്ന് അത് ഭയങ്കര റീൽസ് ആയിരുന്നു. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മൂപ്പർക്ക് ഇതിന്റെ കഥയുടെ ഒരു പൂർണ്ണ രൂപം അറിയാത്തതിന്റെ കോൺഫിഡൻസിൽ അടിച്ചതാണ്. പക്ഷെ ഇതിൽ അങ്ങനല്ല. അതായത് ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെയും ഒരു കല്യാണത്തിന് മുമ്പുള്ള ഒരു 10 ദിവസമാണ് ഇതിന്റെ ഒരു മെയിൻ കഥയുടെ ഡ്യൂറേഷൻ. ആ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിലെ മിക്ക കഥാപാത്രങ്ങളും പല കേർവ്സിലൂടെ പോവും. അപ്പൊ ചില സമയങ്ങളിൽ നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് നോക്കുന്നോ, ചിലവർ വില്ലന്മാരും വില്ലത്തികളായിട്ടും, അത് നിഖിലയുടെ കഥാപാത്രമൊക്കെ ഉൾപ്പെട്ട് അതുകൊണ്ട് വില്ലത്തിന്ന് കൂടെ പറഞ്ഞു കേട്ടോ, ചിലവർ നായകന്മാരുമായിട്ട് തോന്നിയേക്കാം. അത് തന്നെ അതേ ആൾക്കാർ തന്നെ മറ്റൊരു സമയമാകുമ്പോൾ നേരെ തിരിയും. അപ്പൊ കഥയുടെ സ്വഭാവം അങ്ങനെയാണ്. അധികം പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞോണ്ടാ. ഇപ്പം ഈ OTT റിലീസുകൾ, OTTയിലേക്ക് റിലീസിന് ശേഷം സിനിമകൾ കൊടുക്കുന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കേണ്ടത്. ഇപ്പം ആവേശം കൂടെ ഇറങ്ങിയതിന് ശേഷമാണ് അത് ഭയങ്കരമായിട്ട്. കാരണം തിയേറ്ററിൽ നിറയെ ആളുകൾ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് പക്ഷേ പ്രൊഡ്യൂസേഴ്സിന് ഈ അഗ്രിമെന്റ് ഒക്കെ മുൻപേ ചെയ്യേണ്ട കാര്യമാണ് സിനിമയുടെ റിലീസിന് മുൻപ്. അതാണ് നമുക്കുള്ള ഇൻഫർമേഷൻ. അപ്പം അതുകൊണ്ട് ഇത് എത്ര ദിവസം തിയേറ്ററിൽ നിൽക്കും, അതിനുശേഷം കൊടുക്കാൻ കഴിയും, ഈ കാര്യങ്ങളിലൊന്നും ഒരു പക്ഷേ പ്രൊഡ്യൂസർക്കും ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് OTT ഓപ്റ്റ് ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പം ഈ OTT സംബന്ധിച്ചിട്ട് എത്ര ഡേയ്സിന് ശേഷം ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി OTTയിലേക്ക് കൊടുക്കാമെന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ധാരണകൾ എന്താണോ, ഇപ്പോൾ ഉള്ള OTT സംബന്ധിച്ച ധാരണകൾ അത് മാറണമെന്ന് നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് കരുതുന്നുണ്ടോ? അൾട്ടിമേറ്റ്ലി ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിക്കലി ഏറ്റവും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ സിനിമയുടെ ഉദ്ദേശം. ഒരു സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ ആരും തന്നെ OTTയിൽ നിന്ന് ഇത്ര രൂപ കിട്ടാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇത്ര രൂപ കിട്ടാം, അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഒരു സിനിമ എടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ വലിയ സൂപ്പർ ഹിറ്റ് ആവുക, ബാക്കി എല്ലാ ആൻസിലറി റവന്യൂസും ബോണസ് ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ദെൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് അപ് ടു ദ പ്രൊഡ്യൂസർ. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഏതെങ്കിലും ഫിലിം ബോഡീസിൻ്റെ ഭാഗത്തു നിന്ന് നിയമങ്ങളുണ്ടോ എന്നെനിക്കറിയില്ല. അത് എത്രത്തോളം അത് ആക്ച്വൽ സോളിഡ് ലോ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ റൈറ്റ് നൗ ഐ തിങ്ക് ഇറ്റ് ഇസ് അപ് ടു ദ പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. മിനിമം ഓഫ് 28 days ഇസ് വാട്ട് ഐ നോ. എനിക്ക് ഐ ബിലീവ് ആവേശമൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു ധാരണ ആയതാണ്. ഇപ്പോൾ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലെ മൾട്ടിപ്ലെക്സുകൾക്ക് ഇഫ് ദേ വാണ്ട് നമ്മുടെ സിനിമ സ്ക്രീൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് ഒപ്പിട്ട് കൊടുക്കണം. അതായത് 56 ദിവസങ്ങൾക്ക് ശേഷമേ ഇതൊരു സ്ട്രീമിംഗ് സർവീസിൽ വരുള്ളൂ. എന്നാൽ മാത്രമാണ് നോർത്തിലുള്ള PVR ഐനോക്സ് ചെയിൻസിലൊക്കെ സിനിമ അവർ കളിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഷോ ടൈമിങ്സ് നമുക്ക് തരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിക്കൽ റൺ ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം സ്ട്രീമിംഗ് സർവീസിൽ വരുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. രണ്ട് ചോദ്യം. ഒന്ന്, നിങ്ങൾ രണ്ടുപേരും വേറെ ഇൻഡസ്ട്രികളിൽ പോയിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ബഡമിയൻ ചോട്ടമിയനാണ് ലാസ്റ്റ് വന്നത്. അതിനകത്തൊരു വില്ലൻ വേഷത്തിലാണ് വരുന്നത്. ഇപ്പോൾ പോർത്തോയിൽ പോലെയുള്ള സിനിമകളും മറ്റു പടങ്ങളും ഇപ്പം സീരീസും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും മറ്റൊരു ലാംഗ്വേജിൽ നിന്നുള്ള ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ വെക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്താ?
ഒരു മലയാളത്തെ സിനിമ ചൂസ് ചെയ്യുന്ന അതേ ക്രൈറ്റീരിയ ആണ്. കഥ നല്ലതായിരിക്കണം, അതെ, പ്രൊഡക്ഷൻ കഥ ടീം നല്ലതായിരിക്കണം, കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, കഥാപാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, അതിൻ്റെ ഒരു ആസ് എ ഫിലിം അതിൻ്റെ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോമിസിംഗ് ആയിട്ട് തോന്നുക. അഫ്കോഴ്സ് അങ്ങനെ മലയാളത്തിൽ അത് അങ്ങനെ തിരഞ്ഞെടുത്തിട്ടൊരു സിനിമ വർക്കാകാത്തതുപോലെ അത് അവിടെ സംഭവിക്കാം, നേരെ തിരിച്ചും സംഭവിക്കാം. എനിക്ക് മലയാളത്തിന് പുറത്തും വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുള്ള നടനാണ്. അപ്പോൾ അല്ലാതെ അതിനൊരു വേറെ തെലുങ്കാണോ എന്നാൽ പിന്നെ അവിടുത്തെ ഓഡിയൻസിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കാലം കഴിഞ്ഞു. അത് ആ കാലം കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ എന്നോട് തന്നെ പണ്ട് രായൻ പി ദേവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ തെലുങ്കിൽ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടുതൽ ഇടണം കയ്യിൽ നിന്ന്. എനിക്ക് ഓർമ്മയുണ്ട് രായൻ പി ദേവങ്ങളൊക്കെ ഇത് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞു തോന്നുന്നു. ഇപ്പോൾ അങ്ങനൊരു ഇന്ന ഭാഷയിൽ പോകുമ്പോൾ അഫ്കോഴ്സ് കൾച്ചറലി ഡിഫറൻസസ് ഉണ്ടാകാം. ഇപ്പോൾ കൾച്ചറലി ഡിഫറൻസസ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു തെലുങ്ക് സിനിമ ചെയ്യുമ്പോൾ ലെറ്റ്സ് സേ ഒരു പെർട്ടിക്കുലർ റീജിയണൽ പെട്ടൊരു കഥയാണെങ്കിൽ അവിടുത്തെ ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു കൊച്ചിയിലുള്ളൊരു രണ്ട് ബ്രോസ് തമ്മിൽ അങ്ങനെ ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡിഫറൻസ് നമ്മുടെ പെർഫോമൻസിൽ കൊണ്ടുവരണം എന്നുള്ളതല്ലാതെ ആ ഭാഷയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്യണം, ഈ ഭാഷയാണ് അതില്ല തോന്നുന്നു. ഇപ്പോൾ ജസ്റ്റ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ബേസിലില്ല, ബേസിലും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബേസിൽ വളരെ ബിസിയാണ്. ബേസിൽ നാളെ വരും. ബേസിലുള്ള സെറ്റുകളുടെ ഒക്കെ കുറെ ലൊക്കേഷൻ വീഡിയോസ് ടോവിനോയും ബാക്കി എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് ഈവൻ ഡയറക്റ്റ് ചെയ്യുന്ന പടങ്ങളിൽ വരെ ആളാ സെറ്റിൽ കാണാറുള്ളത്. അപ്പം ബേസിലുള്ള ഒരു ഫാക്ടർ ഷൂട്ടിംഗ് സെറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഫൺ മനുഷ്യൻ തന്നെയാണോ? ആളിരിക്കുമ്പോഴും ആ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ ഭയങ്കര ഫൺ മനുഷ്യനാണ്. ബേസിൽ വളരെ സീരിയസ് ആണ്. പക്ഷെ ബാക്കിയുള്ള വർക്ക് ചെയ്യാനും ഒക്കെ പുള്ളി ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കര പുള്ളിക്ക് തോന്നുന്നൊക്കെ പുള്ളി ഞങ്ങൾ പറയും. ഈ ബേസിലിന്റെ റിയൽ ലൈഫ് ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് ഏറ്റവും അന്ന് എനിക്ക് ബേസിന് അത്ര പരിചയം പോലും ഇല്ല. ഏറ്റവും നല്ല റിമാർക്ക് എന്നോട് പറഞ്ഞ ജ്യോതികയാണ്. ആക്ച്വലി ഞാൻ ഒരിക്കൽ സൂര്യയുടെയും ജ്യോതികയുടെയും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി ബോംബെയിൽ. അപ്പം അന്ന് ജയ 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 ഹേ സ്ട്രീമിംഗ് സർവീസിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ജോ ആ സിനിമ തലേന്ന് കണ്ടു. അപ്പോൾ ആ സിനിമയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ എന്ത് ബ്രില്യൻ്റ് ആണ് പടം. പണ്ട് ബേസിലിനെ പറ്റി പറയാം, അതായത് ആ ക്യാരക്ടറിനെ കണ്ട ഒരു ഒറ്റഴിയൊന്നും, പക്ഷെ ഇവനായതുകൊണ്ട് നമുക്കൊരു സ്നേഹവും തോന്നുന്നു. അതാണ് ബേസിലെ ഏറ്റവും വലിയ അസറ്റും അതാണെന്ന് എനിക്ക് തോന്നുന്നത്. ജ്യോതിക പറഞ്ഞ കറക്റ്റാണ്. അത് ആ ക്യാരക്ടർ നമുക്കൊരു ഒറ്റ അടി തോന്നുന്നു, പക്ഷെ ഇവനായിട്ട് ഭയങ്കര സ്നേഹം തോന്നുന്നു. ജ്യോതിക പറഞ്ഞ ആക്ച്വലി ഇത് ഞങ്ങൾക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗുരുവായൂർ അമ്പലനടയിൽ വളരെ രസിപ്പിക്കുന്ന, ഈ പറഞ്ഞതുപോലെ കുറെ നാളുകൾക്ക് ശേഷം കുറെ ആൾക്കാരും കുറെ കഥാപാത്രങ്ങളുള്ള നല്ലൊരു സിനിമയായിട്ട് മാറില്ല, തിയേറ്ററിൽ വലിയൊരു വിജയം നേടാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്.